അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കുക എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആത്മീക അനുഗ്രഹങ്ങളുമുണ്ട്, ഭൗതിക അനുഗ്രഹങ്ങളുമുണ്ട്. ഈ രണ്ട് അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എഫെസോസിലെ സഭയ്ക്ക് ധന്യനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് പൗലോസ് വെളിപ്പെടുത്തുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നൊരു ചോദ്യചിഹ്നവുമായിട്ട് ഈ മെസ്സേജ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ സ്തോത്രം. കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരിക, കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നിശ്ചയമായും ആ ആത്മീയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ആത്മീയ അനുഗ്രഹം പകരപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളും പകരപ്പെടും. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു സന്ദേശം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിന്റെ പുറകിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, എന്തൊടുക്കും എന്ത് കഴിക്കും എന്നുള്ള വിഷയത്തിൽ വിചാരപ്പെടണ്ട. സ്തോത്രം. ആകാശത്തിലെ പറവകളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല എന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ മുകളിലുണ്ട്. അവിടെ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ധാരാളം കാര്യങ്ങൾ 1 by 1 ആയി വെളിപ്പെടുത്തിയ ശേഷം ഇതെല്ലാം ലഭിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ളതിന് മറുപടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യം അവന്റെ രാജ്യം അന്വേഷിക്കണം, ആദ്യം അവന്റെ നീതി അന്വേഷിക്കണം. ദൈവത്തോട് ആരടുത്ത് ആത്മീയമായിട്ട് ആര് വളരാൻ ശ്രമിക്കുന്നു, ദൈവമേ എന്നുള്ള ചിന്ത, സംസാരത്തിൽ ദൈവമേ എന്നുള്ള വാക്ക്, പ്രവൃത്തിയിൽ ദൈവമേ എന്നുള്ള പ്രവൃത്തി, അങ്ങനെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്, ആത്മീക അനുഗ്രഹം മാത്രമല്ല ഭൗതിക അനുഗ്രഹം കൂടെ ദൈവം തരും. ദൈവം അബ്രഹാമിനെ സകലത്തിനും അനുഗ്രഹിച്ചെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുക. ഒന്നുമില്ലാത്തവനായി പോയ യാക്കോബിനെ 2 കൂട്ടമായി മടക്കി വരുത്തിയ ദൈവമാണ്. ഒന്നുമില്ലാത്ത ഇസ്രായേൽ മക്കളെ കൊള്ള പങ്കിട്ട് മിസ്രയീം വിടുവാനിടയാക്കിയത് സർവശക്തനായ ദൈവമാണ്. എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിന് നഷ്ടപ്പെട്ട നിലയെ ഇരട്ടി തിരിച്ചു കൊടുത്തത് സർവശക്തനായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. 1-ാമത്തെ സ്റ്റെപ്പ് ആത്മീയ അനുഗ്രഹത്തിനാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവാനുഗ്രഹം അവരുടെ ശിരസിൽ വെളിപ്പെടുവാൻ തടസ്സമായി അവരുടെ ചിന്തകളെയും മനസ്സിനെയും ഇവരുടെ മുന്നേറ്റത്തെയും തടഞ്ഞു വെച്ചിരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും ഇന്ന് രാവിലെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സ് ദൈവ പദ്ധതിയുമായി ഇണങ്ങിച്ചേരട്ടെ, അവരുടെ മനസ്സ് ദൈവവചനവുമായി ഇണങ്ങിച്ചേരട്ടെ. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താലും ഭൂമിയിലെ ഭൗതിക അനുഗ്രഹത്താലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.